കണ്ട് ഈ രാജ്യത്തിന്റെ അഴിമതികളെ തൂത്തെറിയുമെന്ന് പറഞ്ഞെത്തിയ AAPക്ക് 10 വർഷങ്ങൾക്കിപ്പുറം തലസ്ഥാനം കൈവിടുമ്പോൾ നാണക്കേടിന്റെ പരകോടിയാണ് സമ്മാനം. അതുമാത്രവുമല്ല, ജയിലിൽ കിടന്ന് വീരപരിവേഷം കിട്ടിയെന്ന് സ്വയം കരുതിയ കെജ്രിവാളിനോട് ഡൽഹി ബൈ പറഞ്ഞിരിക്കുകയാണ്. ഇതായിപ്പോൾ AAP MP സ്വാതി മലിവാൾ കെജ്രിവാളിന് മുന്നിൽ ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ്. അതിശയെങ്കിൽ അതിശയെന്ന ആശ്വാസത്തിൽ AAP നിൽക്കുമ്പോഴാണ് സ്വാതിയുടെ കടന്നുവരവ്. മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനിക്കാൻ BJPക്കായിട്ടില്ലെങ്കിലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന AAPക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. കൂട്ടിക്കിഴിക്കലും കണക്കുകൂട്ടലും കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവിന്റെ പന്ത് തന്റെ കോർട്ടിലേക്കെന്ന് മനക്കോട്ട കെട്ടി അതിശയുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ് സ്വാതി. കാര്യം ഇത്രയുള്ളൂ, ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഒരു ദളിതനെ നിർത്താൻ AAPക്ക് ആകുമോ എന്നതാണ് സ്വാതിയുടെ ചോദ്യം. ഡൽഹി നിയമസഭയിൽ ഒരു ദളിത് MLA പ്രതിപക്ഷ നേതാവാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭ MP സ്വാതി മലിവാൾ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് കത്തെഴുതിയിരിക്കുകയാണ്. ഇതോടെ തൊണ്ടക്കുഴിയിൽ വന്ന ഉമിനീർ ഇറക്കാൻ കഴിയാതിരിക്കുകയാണ് കെജ്രിവാള്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഡൽഹിയിൽ പ്രതിപക്ഷ നേതൃത്വ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മലിവാളിന്റെ ഒരു അഭ്യർത്ഥന. 2022 പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ AAP വിജയിച്ചാൽ ഒരു ദളിത് ഉപമുഖ്യമന്ത്രിയെ നിയമിക്കുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തിരുന്നതായിട്ട് അവർ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. എന്നാൽ 3 വർഷത്തിന് ശേഷവും ഈ വാഗ്ദാനം നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നും മലിവാൾ ചൂണ്ടിക്കാട്ടി. പഞ്ചാബിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ഉണ്ടായ പരാജയം ആവർത്തിക്കരുതെന്നും ഡൽഹിക്ക് വേണ്ടി ഈ ചരിത്രപരമായ തീരുമാനം എടുക്കണമെന്നും മലിവാൾ കെജ്രിവാളിനെ ഉപദേശിച്ചു. അതേസമയം ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് വ്യാഴാഴ്ച രാംലീല മൈതാനിയിൽ നടക്കും. ഏകദേശം 2 ആഴ്ച മുൻപ് നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 അംഗ നിയമസഭയിൽ 48 സീറ്റുകൾ നേടി BJP വിജയിച്ചു. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, സൗരഭ് ഭരദ്വാജ് എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ അതത് മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടതിനാൽ 10 വർഷം ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. ആം ആദ്മി തകർന്നടിഞ്ഞതിന് പിന്നാലെ കൗരവപ്പട ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തുന്നതും തത്സമയം വസ്ത്രം നൽകുന്ന കൃഷ്ണനെയും പരിഹാസ രൂപേണ സ്വാതി പങ്കുവച്ചിരുന്നു. അതിഷി ഡമ്മി മുഖ്യമന്ത്രി എന്ന് ഉൾപ്പെടെ പ്രതികരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് സഹായി വൈഭവ് കുമാർ ആക്രമിച്ചത് പാർട്ടി മുഖവിലിക്കെടുക്കാത്തതിനെതിരെ പ്രതികാരം വീട്ടുകയാണ് സ്വാതി.